രാളി എവിടെ പോയി കിടക്കുന്നത്? കയറി അടച്ചാ വാതല്. എന്ത് കഷ്ടമാണ്. അടുക്കള പണിയുണ്ടെന്ന് എനിക്ക്. ചുമ്മാ മെനക്കെടുത്താൻ വേണ്ടിട്ടേ. മെനക്കേട് മാത്രോ നാണക്കേട്. ഇന്നാൾ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ സുധാമണി എന്നോട് ചോദിക്കുവാന്നേ, മരുമോനൊരു പ്രത്യേക തരവാണല്ലോ എന്ന്. ആ വയ്യായികയാണോ എന്ന് ചോദിച്ചായിരിക്കും. അതെ, നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, അച്ഛൻ ചെയ്യണ കാര്യങ്ങൾ കാണാൻ ഒരു കൗതുകമുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവരും വന്നിങ്ങനെ നിൽക്കണത്. അത് തന്നെ കേശു പറഞ്ഞ കാര്യമുണ്ട്. മാമയ്ക്ക് നാണം വന്നു. ഇതാരിത്? ഇരുവറിലെ മോഹൻലല്ലേ? യേശു, കുറച്ച് എൻ്റെ ഭാവാഭിനയങ്ങൾ പകർത്താനുണ്ട്, എടുത്തോളൂ. உடல் மண்ணுக்கு உயிர் தமிழுக்கு உயர்க்கச் சொல்வோம் உலகுக்கு. உலகொன்றாக மொழிவென்றாக புது வேலை எடுப்போம் விடுவுக்கு. நமற்றி பாதையில் நெருங்கி வந்தால் விருந்து வைப்போம் விண்ணுக்கு. സൂപ്പർ. നല്ലതല്ലേ 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 മോളെ നല്ലതല്ലേ? കറക്റ്റ് തന്നെ. എങ്ങനെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ പറ. നാടോടിക്കാട്ടിലെ കോവെ വെങ്കടേശൻ ഡിറ്റോ. അത് ചൊടിക്കണം അവന്റെ കാല്. അതെ മോളെ കേശു, ഭയത്തോടെ അച്ഛൻ്റെ. പിന്നെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. ഞാൻ നെയ്യാറ്റിക്കരയ്ക്ക് പോവുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ സിനിമ എടുക്കുകയാണ്. ചെറിയ വേഷമാണ്. ചിലപ്പോൾ ഞാൻ പൊലിപ്പിച്ച് ആ വേഷം വലുതാവാൻ സാധ്യതയുണ്ട്. നായകനെ മാറ്റുമായിരിക്കും മിക്കവാറും. അസൂയ അസൂയ, എല്ലാത്തിനും അസൂയ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഓടിച്ച നെയ്യാറ്റിൻകരക്കാരെയും പടവലംകാരെയും ഒന്നും അറിയിക്കരുത്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമുണ്ട്. ഒന്നും പറയണ്ട. എന്നെ എല്ലാം സ്ക്രീനിൽ വെച്ച് കണ്ടാൽ മതി. നേരിട്ട് സ്ക്രീനിൽ കണ്ടാൽ മതി കേട്ടാ. ഇപ്പം എങ്ങനെയുണ്ട്? സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടോ? ഡ്രീംസ് കം ട്രൂ. യാ. ആ പിന്നെ എഞ്ചിനീയർ അടുത്ത് പോയി ലീവ് എടുക്കേണ്ടി വരും. ഡേറ്റ് ക്ലാഷ് ആവാൻ സാധ്യതയുണ്ട്. പ്രശ്നമില്ല, ഞാൻ സോൾവ് ചെയ്തോളാം. ഓക്കെ. ഓ സ്റ്റാർ കിഡ്സ്. അച്ഛൻ സിനിമ ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയി അഹങ്കാരം ഒന്നും കാണിക്കരുത്. എല്ലാവരുടെ അടുത്തും വിനയമായിട്ട് നിൽക്കാവും കേട്ടാ. എന്നാലും ഉയർച്ച ഉണ്ടാവും കേട്ടാ. എപ്പോഴെപ്പോഴും അച്ഛനെ കാണാമെന്ന് പറ്റിയെന്ന് വരില്ല. വല്ലപ്പോഴേക്കും ഇതുവഴി പോകുമ്പോൾ കയറാം. എന്നാലും വിളിക്കാം. ഷൂട്ട് സമയത്ത് വിളിക്കാത്ത ദേഷ്യം വരും അച്ഛന് കേട്ടോ. ബ്രേക്ക് സമയത്ത് വിളിക്കാം. ഓക്കെ ഓക്കെ ദിലു. ഓക്കെ. വിഷമുണ്ടെന്നറിയാം. കാണാം. വിശേഷങ്ങളൊക്കെ മാഗസിനിൽ കൂടെയോ ടി വി കൂടെയൊക്കെ അറിയാം. വണ്ടി വന്നു. ആ വണ്ടി വന്നല്ലോ. ഓക്കെ ബൈ മോളു. ആ താരഭക്തി പെട്ടതില്ലോ. 2 ദിവസം കഴിച്ച് കാണാം. ഓക്കെ. പ്രാർത്ഥിക്കണേ. തലേന്ന് വിളിക്കരുത്. ഇപ്പം വിളിച്ച നന്നായി. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ആദ്യം വിളിച്ചിരുന്നെങ്കിൽ ഓക്കെ സാധനത്തിന്. എന്താ പറയണെന്താ? പറയണെന്താ? പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റാർ ആയാൽ അഹങ്കാരം കാണിക്കരുത്. എല്ലാവർക്കും ഡേറ്റ് കൊടുക്കണം. ഒരു പ്രൊഡ്യൂസറിനെയും വിഷമിപ്പിക്കരുത്. അല്ലേ? ഇതൊക്കെയല്ലേ പറയാൻ ഉദ്ദേശിച്ചേ? ഇതെനിക്ക് അറിയാം. ഇതൊക്കെ അറിഞ്ഞ് തന്നെയാണ് ഞാൻ സെറ്റിൽ പോകുന്നത്. എല്ലാവർക്കും ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടെ 2 ദിവസം കഴിഞ്ഞ് കാണും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.